നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രാമ്പിക്കൽ ശ്രീ സ്റ്റാൻലി എബ്രാഹത്തെയും കുടുംബത്തെയുമാണ്. അമേരിക്കയിലെ പെൻസിൽവാനിയ എന്ന സ്റ്റേറ്റിൽ ഫിലഡൽഫിയയ്ക്കടുത്ത് ഫോർട്ട് വാഷിംഗ്ടണിൽ താമസിക്കുന്ന ഇദ്ദേഹത്തെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രാമ്പിക്കൽ കുടുംബത്തിൽ ഔസേപ്പ് തൊമ്മൻ 1840 1931 കാലഘട്ടത്തിൽ താമസിച്ചിരുന്ന ഇദ്ദേഹത്തിന് 6 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 4ാമത്തെ മകനായ അവിര, അദ്ദേഹത്തിന് 6 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ 3ാമത്തെ മകനാണ് തൊമ്മൻ. തൊമ്മൻ്റെ 8 മക്കളിൽ ഏറ്റവും മൂത്തയാളാണ് ST അബ്രാഹം. അവർക്ക് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും ഇളയാളാണ് സ്റ്റാൻലി. സ്റ്റാൻലിയും കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. സ്റ്റാൻലി ചേട്ടന് ഇപ്പൊ USA വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. എത്ര കാലമായി USA പോയിട്ട്? ഞാൻ 98 പോയതാണ്. 98 അതെ. USA പോകുന്നത്. ആ സമയത്ത് വിവാഹം കഴിഞ്ഞിരുന്നോ? ഇല്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇല്ല. അവിടെ ഏത് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. അതെ. വൈഫ് നമ്മോടൊപ്പം ഉണ്ട്. ചേച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? റോസ് എബ്രാഹാം. ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു? വിഴിക്കത്തോട്. ഇരുമരിക്കടുത്ത് വിഴിക്കത്തോട് എന്ന സ്ഥലത്താണ്. വീട്ടുപേര് വൈക്കത്ത് എന്നാണ് വീട്ടുപേര്. മാതാപിതാക്കന്മാരുടെ പേര് VC ജോസഫ്, മേരിക്കുട്ടി ജോസഫ്. ചേച്ചി വിവാഹത്തിന് ശേഷമാണോ അമേരിക്കയിൽ പോകുന്നത്, അതോ? വിവാഹത്തിന് ശേഷമാണ് അമേരിക്കയിൽ പോകുന്നത്. ഏത് വർഷമായിരുന്നു നിങ്ങൾ വിവാഹം നടന്നത്? 2000 വിവാഹം നടക്കുന്നത്. നിങ്ങൾക്ക് 3 കുട്ടികളാണ് ഉള്ളത്. അതില് മൂത്ത ആളുടെ പേരെന്താണ്? ആൻ എബ്രഹാം എന്നാണ്. ആൻ എബ്രഹാം എന്ത് ചെയ്യുന്നു? So I just graduated with a bachelor's in biomedical engineering. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗില് ബാച്ചിലർ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു പഠിച്ചത്? Drexel University. സ്ഥലം? ഫിലോഡൽഫിയ എന്നുള്ള സ്ഥലത്ത് ഡ്രക്സൽ യൂണിവേഴ്സിറ്റിയിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞു. എവിടെയെങ്കിലും നിലവിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ടോ? Not yet. Looking for a job. ഇപ്പൊ നിലവിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ? ഈ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നോ? I was involved with Jesus Youth on the national campus team. നാഷണൽ ക്യാമ്പസ് ടീം ജീസസ് യൂത്തില് അവിടെ എന്തെങ്കിലും പൊസിഷൻ ഉണ്ടായിരുന്നോ? I was previously the campus coordinator in Philadelphia. നേരത്തെ ക്യാമ്പസ് കോർഡിനേറ്റർ ആയിട്ട് ജീസസ് യൂത്തില് ഉണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും സ്പോർട്സിലൊക്കെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടോ? In high school I played volleyball. ഹൈസ്കൂളൊക്കെ പഠിക്കുമ്പോൾ വോളിബോൾ കളിക്കുമായിരുന്നു. സ്കൂൾ ടീമിനൊക്കെ വേണ്ടിയിട്ടൊക്കെ കളിച്ചിട്ടുണ്ട് അല്ലേ? രണ്ടാമത്തെ ആള് പേരെന്തായിരുന്നു? മരിയ അബ്രാഹാം. എന്ത് ചെയ്യുന്നു? I'm going into my 4th year of college studying biology. 4th year കോളേജിൽ പഠിക്കുകയാണ്. ബയോളജിയാണ് സബ്ജക്ട്. ഗ്രാജുവേഷൻ അല്ലേ? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നത് അവിടെ? വില്ലനോവ യൂണിവേഴ്സിറ്റി. സ്ഥലം? ഫിലോഡൽഫിയ. മരിയ അബ്രാഹാം എന്തെങ്കിലും വേറെ എക്സ്ട്രാ കരിക്കുലർ ഇതുപോലെ ജീസസ് യൂത്തോ വോളിബോളോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നോ? Yes, I am part of Jesus Youth music ministry. ജീസസ് യൂത്തിന്റെ മ്യൂസിക് മിനിസ്ട്രിയിലുണ്ട്. Yeah, and I played volleyball in high school just like Anne. നിങ്ങൾ വോളിബോൾ പ്ലേയേഴ്സ് ആണ് എല്ലാവരും അല്ലേ? ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വോളിബോൾ കളിക്കുമായിരുന്നു. ഇപ്പൊ കോളേജിലായിരുന്ന സമയത്ത് വോളിബോൾ കളിക്കാറുണ്ടോ? Sometimes, yes. കോളേജ് ടീമിന് വേണ്ടി കളിക്കാറുണ്ടോ? No. ഇല്ല. മൂന്നാമത്തെ മോനാണ്. മോന്റെ പേരെന്താ? ആൻഡ്രൂ എബ്രാഹാം എന്നാണ്. ആൻഡ്രൂ എന്ത് ചെയ്യുന്നു? I'm going into my 1st year of college and I'm going to study electrical engineering. അതായത് സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിലേക്ക് 1st ഇയർ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്ന സബ്ജക്ട്. എവിടെയാ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? I'm going to the same college as Maria Villanova University. വില്ലനോവ യൂണിവേഴ്സിറ്റി ഫിലോഡൽഫിയയിലാണ് ഈ കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹൈസ്കൂൾ സ്റ്റഡീസ് ഒക്കെ എവിടെയായിരുന്നു? At LaSalle College High School. ലസാൽ കോളേജ് ഹൈസ്കൂളിലായിരുന്നു ഇതിനു മുമ്പുള്ള സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ്രൂവിന് ഇതുപോലെ വോളിബോൾ പ്ലേയോ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? Yeah, I played volleyball in high school and now I play for the church team.
I was an altar server throughout middle school and high school. അപ്പം നിലവിലെ വോളിബോൾ പ്ലെയർ ആണ്. സ്കൂൾ ടീമിന് വേണ്ടി ചർച്ച് ടീമിന് വേണ്ടിയിട്ടും പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടർ ബോയ് ആയിട്ട് സേവനം ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? I'm also active in J1. ജീസസ് യൂത്തില് ആക്റ്റീവ് മെമ്പറാണ്. ഇതൊക്കെയാണ് ആൻഡ്രൂവിന്റെ വിശേഷങ്ങൾ. ഇനി സ്റ്റാൻലി ചേട്ടന് അവിടെ ചെന്ന കാലം തൊട്ട് ഇത് സെയിം പ്രൊഫഷൻ തന്നെയായിരുന്നു, അതോ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടാണോ? അല്ല, ഞാൻ 98 അവിടെ എത്തി. അവിടെ സോഫ്റ്റ്വെയർ അങ്ങനത്തെ ജോലിയായിരുന്നു. പിന്നെ സോഫ്റ്റ്വെയർ ആയിരുന്നു. അതെ. ഇവിടെ നിന്ന് സോഫ്റ്റ്വെയർ പഠിച്ചിട്ടായിരുന്നോ പോയത്? അതെ, ഞാൻ ഏത് കോഴ്സായിരുന്നു ചെയ്തത്? ഞാൻ 93 മുതൽ 96 വരെയുള്ള സമയത്ത് NIT ഹോണേഴ്സ് ഡിപ്ലോമ ചെയ്തിരുന്നു. NIT ഹോണേഴ്സ് ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടാണ് 96 വരെ. അതെ. 96 ശേഷം നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ ഇവിടെ ബോംബെ LNT അവിടെയായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്. ബോംബെ LNT 2 വർഷം ജോലി ചെയ്തതിനു ശേഷമാണ് യുഎസിലേക്ക്. ഏകദേശം 1.5 വർഷത്തോളം ജോലി ചെയ്തിട്ട് ഞാൻ അവിടുന്ന് US ഓപ്പർച്യൂണിറ്റി കിട്ടി അങ്ങോട്ട് പോവുമായിരുന്നു. ആദ്യം പോകുന്ന യുഎസിലെ സ്ഥലത്ത് തന്നെയാണോ ഇപ്പോഴും താമസിക്കുന്നത്? അല്ല, ഞാൻ എന്റെ ആദ്യത്തെ ജോബ് മിഷിഗൺ അനാർബർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അനാർബർ എന്ന സ്ഥലത്തായിരുന്നു. അതെ. അത് കഴിഞ്ഞ് 6 മാസത്തോളം അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഓപ്പർച്യൂണിറ്റി ഫിലഡൽഫിയ അടുത്ത് കിട്ടി. ഫിലഡൽഫിയയിലാണ് പിന്നെ തുടർന്നുള്ള ഇത്രയും കാലം താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും. അതെ, 25 വർഷത്തോളം ആയിട്ട് ഞങ്ങൾ ഫിലഡൽഫിയ ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നത്. വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സ്കൂൾ ഞാൻ എന്റെ ഹൈസ്കൂൾ ഇത് ചെയ്തത് സെന്റ് വിൻസെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ. സെന്റ് വിൻസെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലാണ് 10th വരെ പഠിച്ചത്. അതെ. അതിനുശേഷം പ്രീ ഡിഗ്രി സെന്റ് തോമസിലായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ് പഠിച്ചത്. അത് കഴിഞ്ഞ് തുടർന്ന് BSc മാത്തമാറ്റിക്സ് ആയിരുന്നു. അത് സെന്റ് തോമസിൽ തന്നെയായിരുന്നു. BSc മാത്തമാറ്റിക്സ്. അതെ. BSc മാത്തമാറ്റിക്സിന് ശേഷം അത് കഴിഞ്ഞ് ഞാൻ MA ഹിന്ദി സെന്റ് തോമസിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് ഹിന്ദിയിലാണ്. അതെ. അതെ. അപ്പൊ ആ ഫീൽഡിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നിരുന്നോ? ഇല്ല. തുടർന്ന് ഈ NIT കോഴ്സ് ചെയ്ത് സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് വരികയാണ്. അതെ. അതെ. ചേച്ചിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചത് സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ കുന്നംഭാഗം കാഞ്ഞിരപ്പള്ളി കുന്നംഭാഗം സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിലാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അവിടെയാണ് ഹൈസ്കൂൾ ചെയ്തത്. തുടർന്ന് പ്രീ ഡിഗ്രി സെന്റ് തോമസ് കോളേജ് കാഞ്ഞിരപ്പള്ളി സെന്റ് തോമസ് കോളേജിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നോ? സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു. പിന്നെ BSc ഹോം സയൻസ് അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി കംപ്ലീറ്റ് ചെയ്തു. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ നിന്ന് BSc ഹോം സയൻസ് ഡിഗ്രി എടുത്തു. പിന്നെ ഞാൻ കമ്പ്യൂട്ടർ PGDCA ചെയ്യാൻ കോട്ടയത്ത് അപ്ട്രോൺ എന്ന് പറഞ്ഞ ചെയ്ത കോട്ടയത്ത് അപ്ട്രോണില് കമ്പ്യൂട്ടറിൽ PGDCA കോഴ്സ് ചെയ്തു. തുടർന്ന് നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ? ഞാൻ 2 സ്കൂളില് അൽഫോൻസ സ്കൂള് അരുവിത്രയും സെന്റ് തോമസ് സ്കൂള് എരുമേലിലും കമ്പ്യൂട്ടർ പഠിപ്പിച്ചു. അരുവിത്ര അൽഫോൻസ സ്കൂളിലും എരുമേലി സെന്റ് തോമസ് സ്കൂളിലും കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറായിട്ട് കുറെ കാലം ജോലി ചെയ്തു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വിവാഹം? അതെ. അപ്പൊ അതിനുശേഷം അമേരിക്കയിൽ ചെന്നിട്ട് ഏത് പ്രൊഫഷനായിട്ട് ജോലി ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ മെഡിക്കൽ അബ്സ്ട്രാക്ഷനിസ്റ്റ്, മെഡിക്കൽ കോഡിംഗ് എന്ന് പറയും. മെഡിക്കൽ കോഡിംഗ്, അതായത് മെഡിക്കൽ അബ്സ്ട്രാക്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവിടെ പോയി എന്തെങ്കിലും കോഴ്സുകളൊക്കെ പഠിച്ചിരുന്നോ? 6 മാസത്തെ ഒരു സർട്ടിഫിക്കേഷൻ AIPC എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തായിരുന്നു. AIPC എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ 6 മാസം സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ട് തുടർന്ന് ഇത്രയും കാലം അവിടെ ഈ ഫീൽഡിൽ തന്നെയാണ്, മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കന്മാരുടെ ഡീറ്റെയിൽസ് എന്ന് പറയാമോ? എന്റെ ഫാദറിന്റെ പേര് കൊച്ചെന്നാണ്. ഒഫീഷ്യൽ നെയിം ST എബ്രഹാം. അതെ, ശ്രാമ്പിക്കൽ തോമസ് എബ്രഹാം എന്നാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള പേര്. അതെ. അദ്ദേഹം കൃഷിയായിരുന്നോ അതോ വേറെ? അദ്ദേഹം കൃഷിയായിരുന്നു. തങ്കമണി സ്ഥലമുണ്ട്. അതേപോലെ സ്ഥലമുണ്ടായിരുന്നു. ആ കൃഷിയൊക്കെയായിട്ടാണ് കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതെ. അമ്മയുടെ പേര് അന്ന എന്നാണ്. അതെ. അത് അമ്മയുടെ വീട് എവിടെയായിരുന്നു? അത് മൂന്നാനി മനിയാനിക്കൽ കുടുംബാംഗമായിരുന്നു. അതെ. അമ്മ. അതെ. അമ്മയുടെ പേരൻസിന്റെ പേര് ഓർമ്മയുണ്ടോ? അമ്മയുടെ പേരൻസിന്റെ പേര് മനിയാനിക്കൽ സാർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. മനിയാനിക്കൽ സാറ് പേര് തോമസ് എന്നാണ് മനിയാനിക്കൽ സാറിന്റെ പേര്. അതെ. അമ്മയുടെ പേര്? വല്യമ്മയുടെ പേര് മാമ എന്നാണ് പറഞ്ഞിരുന്നത്. മാമി എന്നാണ് വിളിച്ചിരുന്നത്. അതെ. അമ്മയുടെ അമ്മ. അതെ. അമ്മയ്ക്കും ജോലിയൊന്നും പ്രത്യേകിച്ചില്ലായിരുന്നു? കൃഷി ഇല്ല. സഹായിക്കുക, ഹൗസ് വൈഫായിട്ട് ആയിരുന്നു. അതെ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 4 മക്കളായിരുന്നു. 4 മക്കളായിരുന്നു. അതെ. അതിനകത്ത് ഏറ്റവും ഇളയാളാണോ?
അതെ, ഞാൻ ഏറ്റവും ഇളയാള്. എൻ്റെ മൂത്തയാളാണ് ടോമി. ആ. അതിന് ഇടയ്ക്കുള്ള രണ്ട് മക്കള് അവർ ചെറുപ്പത്തിൽ മരിച്ചുപോയി. രണ്ടുപേര് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയവരാണ്. ഏറ്റവും മൂത്ത സഹോദരനാണ് അതെ. ടോമി. ടോമി എവിടെയാണ് താമസിക്കുന്നത്? ടോമി ഇവിടെ ഇപ്പോൾ കുമ്മണ്ണൂരാണ് താമസിക്കുന്നത്. കുമ്മണ്ണൂർ എന്നുള്ള സ്ഥലത്താണ് അതെ. താമസിക്കുന്നത്. അതെ. ഈ മരിച്ചുപോയ സഹോദരങ്ങളുടെ പേരെന്ന് പറയാമോ? അവരുടെ പേര് ജോൺസ് ആൻഡ് ലിസി. ജോൺസ്, ലിസി എന്നിങ്ങനെ രണ്ട് സഹോദരങ്ങളാണ് മരിച്ചുപോയത്. അതെ. ടോമി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ അതോ കൃഷി കാര്യങ്ങളാണോ? ടോമി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തു. അതെ. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മാനേജർ ആയിരുന്നു. അതെ. ആ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. അതെ. അപ്പൊ വിശ്രമ ജീവിതം കുമ്മണ്ണൂർ എന്നുള്ള സ്ഥലത്ത്. അതെ. അപ്പൊ അതേപോലെ ഞങ്ങൾ തങ്കമണി സ്ഥലമുണ്ട്. അതിന്റെ കാലത്തുള്ള തങ്കമണിയിലുള്ള സ്ഥലം, അതിന്റെ കൃഷി കാര്യങ്ങളുമായിട്ട് ടോമി നോക്കി നടത്തുന്നുണ്ട്. അതെ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേര് ആൽഫോൻസ്. അൽഫോൻസ്. അതെ. അൽഫോൻസിന്റെ വീട് എവിടെയാണ്? അവരുടെ അൽഫോൻസിന്റെ വീട് തൊടുപുഴ മടക്കത്താനം. വീട്ടുപേര് മടക്കത്താനം എന്ന സ്ഥലത്താണ്. വീട്ടുപേര് അറയിൽ നിന്നാണ് വീട്ടുപേര്. തൊടുപുഴ അറയിൽ കുടുംബാംഗമാണ് അൽഫോൻസ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കളാണുള്ളത്. 3 മക്കളാണ് അവർക്ക്. അതെ. അവരുടെ പേര്? മൂത്തയാളുടെ പേര് ആൻ മരിയ. മൂത്തയാള് ആൻ മരിയ. അതെ. അടുത്തയാളുടെ പേര് എബി. അതെ. എന്നാണ്. അതെ. ഇളയാളുടെ പേര് തോമസ് കുട്ടി. അങ്ങനെ 3 മക്കളാണ്. അതെ. അവർക്ക് ഉള്ളത്. അതെ. ഇനി റോസ് ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് വരാം. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 6 പേര്. 6 പേരായിരുന്നു. റോസ് ചേച്ചി എത്രാമത്തെ ആളാണ്? ഞാൻ 5ാമത്തെ. 5ാമത്തെയാണ്. മൂത്ത ആൾക്കാരൊക്കെ ജോലിക്കാരാണോ? നാട്ടിൽ തന്നെ ഉണ്ടോ? ആങ്ങളമാര് അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. ആങ്ങളമാര് അബുദാബിയിലാണ്. എത്ര ആണുങ്ങളുണ്ടായിരുന്നു? 2 ആണുങ്ങൾ. 2 ആണുങ്ങൾ, ബാക്കി 4 പെണ്ണുങ്ങളുമാണ് ഉള്ളത്. ഏറ്റവും മൂത്തത് ആരാണ് ഇതിനകത്ത്? മൂത്തത് ക്ലാരിസ് എന്ന് പറയും. ക്ലാരിസ് എന്ന് പറയുന്ന സഹോദരിയാണ്. സഹോദരി എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? ചങ്ങനാശ്ശേരി. തൃക്കൊടുത്താനം എന്നുള്ള സ്ഥലത്താണ്. വീട്ടുപേര്? കൈനടിയിൽ. ഭർത്താവിന്റെ പേര്? റോയ് ജോസഫ്. അതിന് താഴെയുള്ള ആള് മിനി ജോസഫ്. മിനിയാണ്. മിനി കല്യാണം കഴിച്ചിരിക്കുന്ന മയിലാടിയില് സ്ഥലം കുമളി അടുത്ത പുറ്റടി എന്നുള്ള സ്ഥലത്ത് മയിലാടി കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര്? മാണി എന്നാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കള്. 3 മക്കളാണ്. അവരുടെ പേര്? മരിയ, മാത്യൂസ്, സ്നേഹ. അങ്ങനെ 3 മക്കളാണ് അവർക്ക് ഉള്ളത്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. മൂന്നാമത്തെ ആള്? ബിജു ജോസഫ്. ബിജു അബുദാബിയിലാണോ? അതെ. ഭാര്യയുടെ പേര്? മിനി. വീട്ടുപേര്? മണ്ണഞ്ചേരി, വലവൂർ മണ്ണഞ്ചേരി കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 പേര്. 2 പേരാണ് ഉള്ളത്. അവരുടെ പേര്? ആൽബിൻ, അൽഫോൻസ് ഇങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. അതിന് താഴെയുള്ളത് കൊച്ചുറാണിയാണ്. കൊച്ചുറാണി എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? തമ്പലക്കാട് മറ്റമുണ്ടയിൽ കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര്? ബാബു. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കള്. 3 മക്കളാണുള്ളത്. അവരുടെ പേര്? തൊമ്മന്, ഔസു, അൽഫോൻസ് എന്നിങ്ങനെ 3 മക്കളാണ് ഉള്ളത്. അതിന് താഴെയുള്ളത് റോസേജിയാണ്. അതിന്റെ ഇളയത്? ടോണി അബുദാബിയിലാണ് അല്ലേ? ഭാര്യയുടെ പേര്? സിന്ധു. വീട്ടുപേര്? സ്ഥലം? പാല മുത്തോലി ഞാറ്റുകാലാക്കുന്നേൽ കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് ഉള്ളത്. അവരുടെ പേര്? ലിയോൺ, ലിസ്ബൽ, ലിബിയ. അങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. ഇതാണ് സഹോദരങ്ങളുടെ ഡീറ്റെയിൽസ്. സ്റ്റാൻലി ചേട്ടന്റെ അപ്പന്റെ പേര് ST എബ്രഹാം എന്നാണ്. അതെ. അദ്ദേഹം മരിച്ചിട്ട് എത്ര വർഷമായി? 91 മരിച്ചതാണ്. 91 മരിച്ചതാണ്. എവിടെയാണ് അടക്കിയിരിക്കുന്നത്? ഇവിടെ പാലായിലാണ്. പല കത്തീഡ്രൽ പള്ളിയിലാണ്. പാലായിൽ തന്നെയാണ്. അതെ, പല കത്തീഡ്രൽ പള്ളിയാണ്. അപ്പന് അവര് എത്ര സഹോദരങ്ങളുണ്ടായിരുന്നു? എത്ര മക്കളായിരുന്നു? 8 മക്കള്. 8 മക്കളാണ്. ഏറ്റവും മൂത്ത ആളായിരുന്നു സ്റ്റാൻലിയിലേക്ക് ഫാദർ. അതിന് താഴെയുള്ളത് ആരാണ്? താഴെയുള്ളത് അപ്പച്ചൻ എന്ന് പറയും. അപ്പച്ചൻ ST മാത്യു എന്നാണ്. അതെ. അവരെവിടെ താമസിക്കുന്നത്? അവര് പാലായിലാണ്. അതെ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? ത്രേസ്യാമ, മലവാക്കൽ നിന്നാണ്. കുടുംബാംഗമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അതെ. ത്രേസ്യാമ. അടുത്തയാളുടെ പേര് ജോസഫ്, അല്ലെ ഔസേപ്പച്ചൻ എന്ന് വിളിക്കും. എന്ന് വിളിക്കുന്ന ജോസഫാണ്. അതെ. അദ്ദേഹം തങ്കമണിയിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? തന്റെ ഭാര്യയുടെ പേര് പെണ്ണമ്മ കാഞ്ഞമല, പൂർണ്ണി കാഞ്ഞമല കുടുംബാംഗമായിരുന്നു. അതെ. അടുത്തയാളുടെ പേര് കുട്ടിയമ്മ
എന്നാണ്. അതെ. അവരെ എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? അവരെ വിവാഹം ചെയ്യിക്കുന്നത് പയപ്പാർ തയ്യൽ ആണ്. പയപ്പാർ തയ്യൽ കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര് ജോൺ ജോസഫ്. ജോൺ ജോസഫ്. അവരിപ്പം പയപ്പാറാണ് താമസിക്കുന്നത്. അതെ, അവര് മലബാറിലാണ് താമസിക്കുന്നത്. മലബാർ ചെറുപുഴ എന്നുള്ള സ്ഥലത്താണ് അവര് താമസിക്കുന്നത്. അതെ. അടുത്തയാളുടെ പേര് തൊമ്മിക്കുഞ്ഞ്. അദ്ദേഹം ചെറുപ്പത്തിലെ മരിച്ചുപോയി. വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ചെറുപ്പത്തിലെ മരിച്ചുപോയതാണ്. അതെ. അടുത്തയാളുടെ പേര് അച്ചോയ് എന്ന് വിളിക്കും. അത് ST അഗസ്റ്റിൻ എന്നാണ്. അച്ചോയ് എന്ന് വിളിക്കുന്നത് ST അഗസ്റ്റിനാണ്. അതെ. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? അദ്ദേഹം തങ്കമണിയിലാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര് ഈത്തമ്മ. അവര് ഇല്ലിക്കൽ കുടുംബാംഗമാണ്. വേഴപ്ര ഇല്ലിക്കൽ കുടുംബാംഗമാണ്. അതെ. ഈത്തമ്മ. അതെ. അതിന്റെ താഴെയുള്ളത് മോളി എന്ന് പറയും. മോളി ആണ് താഴെയുള്ളത്. എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? മോളി വിവാഹം കഴിച്ചിട്ടില്ല. മോളി വിവാഹം കഴിക്കാതെ പാലായിൽ തന്നെ പാലായിൽ തറവാട്ട് വീട്ടിലാണ് താമസിക്കുന്നത്. പാലായിലുള്ള തറവാട്ട് വീട്ടില് ആണ് അവര് താമസിക്കുന്നത്. അതെ. അതിന്റെ ഇളയത് കുഞ്ഞുമോൾ. എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? ഇത് പന്തിരുവേൽ, കാഞ്ഞിരപ്പള്ളി പന്തിരുവേലിലാണ്. പന്തിരുവേൽ കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര് ജോസഫ്. അതെ. അവരിപ്പോ കാഞ്ഞിരപ്പള്ളിയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. താമസിക്കുന്നത്. അതെ. അമ്മയുടെ വീട് മൂന്നാനി മനിയാനിയിൽ കുടുംബാംഗമായിരുന്നു. അതെ. അമ്മയ്ക്ക് എത്ര സഹോദരങ്ങളുണ്ട്? അമ്മയ്ക്ക് 2 സഹോദരങ്ങളാണ് ഉള്ളത്. 2 സഹോദരങ്ങളായിരുന്നു. അതെ. അവരുടെ പേരും സ്ഥലവും? അമ്മയുടെ ചേച്ചിയുടെ പേര് മേരി എന്നാണ്. അവരുടെ വീട്ടുപേര് കൊടക്കച്ചിറ എന്നുള്ളത് വീട്ടുപേരാണ്. അതെ. സ്ഥലം മാനന്തവാടി എന്നുള്ള സ്ഥലത്താണ് അവരിപ്പോ താമസിക്കുന്നത്. ഭർത്താവിന്റെ പേര് ഫിലിപ്പ് എന്നാണ്. അതെ. അമ്മയുടെ അനിയത്തിയുടെ പേരാണ് ത്രേസ്യാമ്മ. എന്നാണ്. അതെ. അവരെവിടെയാ വിവാഹം ചെയ്തത്? അവരെ വിവാഹം ചെയ്തിരിക്കുന്നത് കൊല്ലപ്പള്ളിയിൽ. വിവാഹം ചെയ്തിരിക്കുന്ന കൊല്ലപ്പള്ളി എന്നുള്ള സ്ഥലത്തേക്കാണോ? വീട്ടുപേരാണ്. കൊല്ലപ്പള്ളി എന്നുള്ള വീട്ടുപേരാണ്. അതെ. അവിടെ സ്ഥലം എവിടെയാ? തളിപ്പറമ്പ്. മലബാറിലാണ്. തളിപ്പറമ്പ്. അതെ. അവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്. അതെ. ഭർത്താവിന്റെ പേര് ചാക്കോച്ചൻ. എന്നാണ്. അതെ. അവരെങ്ങനെ 2 സഹോദരങ്ങൾ കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാൻലി ചേട്ടന് ഈ നാട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഈ സ്പോർട്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടോ പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നോ? ചെറുതായിട്ട് അവിടെ ലോക്കൽ വോളിബോൾ കളിക്കുമായിരുന്നു. അതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു രാഷ്ട്രീയമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നുമില്ലായിരുന്നു. ഈ അമേരിക്കയിൽ ചെന്നതിന് ശേഷം എന്തെങ്കിലും മേഖലയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ടോ? അമേരിക്കയിൽ അവിടെ ഞങ്ങളവിടെ പള്ളിയിൽ വളരെ ആക്റ്റീവാണ്. 2005 നമ്മളുടെ ഫിലഡൽഫിയ ചർച്ച് തുടങ്ങുന്നത്. നിങ്ങളുടെ താമസിക്കുന്നതിന് അടുത്തുള്ള നിങ്ങളുടെ പള്ളിയുടെ പേരെന്താണ്? സെന്റ് തോമസ് സിറോ മലബാർ ഫൊറൈൻ ചർച്ച്. സെന്റ് തോമസ് സിറോ മലബാർ ഫൊറോന ചർച്ചാണ്. അതെ. അത് ഫിലഡൽഫിയയിലാണ്. 2005 ആരംഭിക്കുന്നത്. അതെ. ഷിക്കാഗോ രൂപതയുടെ കീഴിലാണ് നമ്മളുടെ പള്ളി വരുന്നത്. ഈ പള്ളി വന്നിരിക്കുന്നത്. അതെ. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് പള്ളിയായിട്ട് ബന്ധപ്പെട്ട്? നമ്മളുടെ പള്ളിയിൽ ഏകദേശം ഒരു 400 രജിസ്റ്റേർഡ് ഇടവക്കാരുണ്ട്. 400 ഇടവക്കാരുള്ള പള്ളിയാണ്. അതെ. ഞങ്ങൾ അവിടെ നമ്മുടെ ഫാമിലി ആയിട്ട് തന്നെ വളരെ ആക്റ്റീവാണ്. അന്ന് മുതലേ വളരെ ആക്റ്റീവാണ്. അതെ. അതെ. അതേപോലെ റോസ് അവിടെ കാറ്റഗിസം പഠിപ്പിച്ചിട്ടുണ്ട്. അതെ. 5 വർഷത്തോളം പഠിപ്പിക്കുന്നുണ്ട്. എത്ര വർഷം പഠിപ്പിച്ചു? 5 വർഷമാണ് പഠിപ്പിച്ചത്. പിന്നെ വേറെ ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസിലും അല്ലാതെ വേറെ എന്തെങ്കിലും സൊസൈറ്റികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ അത്ര വേറെ ഇതിലൊന്നും ആക്റ്റീവ് അല്ല. ഞങ്ങൾ ജീസസ് യൂത്ത് അതിൽ ഒരു ആക്റ്റീവ് മെമ്പറാണ്. അന്ന് മുതലേ പല കാര്യങ്ങളും പിള്ളേരും വളരെ ആക്റ്റീവാണ്. അങ്ങനത്തെ ആക്റ്റീവായിട്ട് അതെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതെ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്താണോ ഈ ഫിലഡൽഫിയ ചർച്ച്? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 20 മിനിറ്റ് പോകണം. 20 മിനിറ്റ് യാത്രയുണ്ട് ഈ ചർച്ചിലേക്ക്. അപ്പൊ നിങ്ങൾ താമസിക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞാല്? ഞങ്ങൾ താമസിക്കുന്ന എക്സാക്ട് സ്ഥലത്തിന്റെ പേര് ഫോർട്ട് വാഷിംഗ്ടൺ എന്ന് പറയും. ഫോർട്ട് വാഷിംഗ്ടൺ എന്നുള്ള സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നത്. 20 മിനിറ്റ് ദൂരമാണ് ഫിലഡൽഫിയയിലേക്ക് ഫൊറോന ചർച്ചിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ്. ഫിലഡൽഫിയ ടൗണിലേക്ക് ഞങ്ങളുടെ സിറ്റി സെന്ററിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 20 മൈലോളം ഉണ്ട്. 20 മൈൽ ഡിസ്റ്റൻസ് ആണ്. അതെ. ഞങ്ങൾ താമസിക്കുന്ന സബർബിലാണ് താമസിക്കുന്നത്. അതെ. അപ്പൊ നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്ന ഈ സമയത്ത് നിങ്ങളെ കാണാനും നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിയാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. നന്ദി. താങ്ക് യു.